ചെയ്ത് സംസാരിക്കുമ്പോഴേക്ക് അനുവായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയും അനു തരുന്ന അനുവിന് ഒരു ഭയങ്കര വൈബ്രന്റ് ആണ്, അനു തരുന്ന ഒരു എനർജി ഉണ്ട് എന്നും പറഞ്ഞ് എല്ലാവർക്കും അനുവിനെ ഭയങ്കര ഇഷ്ടം. ഒരു കുട്ടി നമ്മൾ നല്ല നോട്ടിയായിട്ടുള്ള കുട്ടി നല്ല നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഓമനത്വത്തോടു കൂടിയാണ് എല്ലാവരും അനുവിനെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലത്തെ സീക്രട്ട്? പറഞ്ഞു തരാം. ഒരാള് ആരാ പറഞ്ഞ്? അത് എല്ലാരും പറഞ്ഞു. അല്ല, എല്ലാരും അനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരേ അഭിപ്രായം. ഇപ്പം പരിചയപ്പെടുമ്പോ എല്ലാരായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാ എല്ലാരായിട്ടും. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക്. ഞാൻ സന്തോഷിക്കുന്നേക്കാളും കൂടുതൽ അവരെ സന്തോഷിക്കണം, ഞാൻ കാരണം അവർ ചിരിക്കണം, അങ്ങനെയൊക്കെയാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അവരെ കൂടുതൽ ഞാൻ എന്താ പറയുക, സ്നേഹിക്കും, പിന്നെ സേഫായിട്ട് നിർത്തും. അതൊക്കെ ഇതാണോ അനു തമാശ പറയും. തമാശ പറയും, എന്തെങ്കിലുമൊക്കെ കോമഡികൾ പറഞ്ഞ് ഞാൻ ചിരിപ്പിക്കും. അതാണ് എനിക്ക് കാണേണ്ടത് അവരിൽ നിന്ന്. ചിരിക്കണം. ഞാൻ ഇപ്പം നമ്മളെ കൂടെ ഒരാള് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് കുറെ വിഷമങ്ങൾ കാണും, അവരുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാണുമ്പോൾ. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരെന്നെ വിളിച്ചത്. അപ്പൊ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരായിരിക്കാം. അപ്പം എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, അവള് എന്നെ വിളിക്കും, എടി ഒന്ന് വരുമോ നമുക്ക് പുറത്തോട്ട് പോവാന്ന് പറയുമ്പോ, പിന്നെ എന്താ വരാന്ന് പറയുമ്പോൾ അവള് വരുമ്പോ വേറൊരു മൂഡിലായിരിക്കും. പക്ഷെ എന്റെ കൂടെ വന്ന് പോയി കഴിയുമ്പോ പറയും, സത്യം പറഞ്ഞ് ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പം എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അനുവിന്റെ ഉള്ളിലത്തെ ആ നിഷ്കളങ്കത ഇഷ്ടമാണോ? നിഷ്കളങ്കത എന്ന് ഞാൻ പറയത്തില്ല അതിനെ. അല്ല, നിഷ്കളങ്കതൊന്നും അല്ല. അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ ചെറിയ വില്ലത്തിയൊക്കെയാണ്. ചെറുതല്ല, നല്ല വില്ലത്തിയൊക്കെ. അങ്ങനെയല്ല ചേച്ചി, നമ്മളെ സ്നേഹിക്കുന്നിടത്ത് നമുക്ക് സ്നേഹിച്ചെന്നല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. വില്ലത്തരം കാണിക്കുന്നിടത്താണ് നമ്മൾ തിരിച്ച് വില്ലത്തരം കാണിക്കേണ്ടത്. അങ്ങനെയുള്ളൂ. അപ്പൊ വില്ലത്തരം കാണിക്കുന്നവരുടെ നമ്മൾ എപ്പോഴും അവര് ഇപ്പം ഒരാൾ നമ്മളെ അടുത്ത് കയറിയിട്ട് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും നിങ്ങളൊക്കെ എന്താ തിരിച്ചു കുഴപ്പമെന്ന് ചോദിക്കുമ്പോ അവര് നമ്മൾ തമ്മിലൊരു വ്യത്യാസം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് കുറച്ച് സമയം മൈൻഡ് ചെയ്യാണ്ടിരിക്കും. വീണ്ടും ചൊറിയാൻ വേണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ബാന്ധിക്കളയും. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് തുടങ്ങിയ അന്ന് മുതൽ അത് തീർന്നപ്പം വരെ അതിനകത്തുണ്ടായിരുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ല. 7 വർഷം അവിടെ അനുമോളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഇടയ്ക്ക് പലരും വന്നു പോയി, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അനുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവര് ഇപ്പോൾ മാത്രം ഇതിനെ നിൽക്കണോ? തോന്നും ചേച്ചി, ഉറപ്പായിട്ടും തോന്നും. ഇപ്പൊ നമ്മള് ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണ്, ഇങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ പറയാണ്, ഈ ടമാർപ്പടാറിലാണ് ഞാൻ വന്നത്. ഞാൻ ആ സമയം മുതൽ ഈ സ്റ്റാർ മാജിക് ഇപ്പൊ 7 വർഷമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ പുറമേ നിന്ന് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ചിന്തിക്കും, ഏതൊരു ആർട്ടിസ്റ്റും ചിന്തിക്കും, അല്ലെങ്കിൽ പോട്ടെ ക്രൂ ആണെങ്കിലും ചിന്തിക്കും, ഇവളിതിൽ നിൽക്കുന്നല്ലോ, ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, പോട്ടെ ഞങ്ങളൊന്നും വിളിക്കുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും ചിന്തിക്കും, എനിക്ക് പകരം അവരുടെ ആർട്ടിസ്റ്റ് നിന്നോ ഞങ്ങളൊന്നും വിളിക്കുന്നില്ല. ഞങ്ങളാണെങ്കിൽ ചേച്ചി ചിന്തിക്കത്തില്ലേ? ചിന്തിക്കും. ഏതൊരു മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാലും ആരാണെങ്കിലും ചിന്തിക്കും. കാരണം നമ്മളും ആ പ്രോഗ്രാമിൽ നിന്നല്ലേ, നമ്മളില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അതെന്താ പറയണ, അതെനിക്കറിയില്ല പറഞ്ഞു തരാൻ. ഞാൻ ഞാനായിട്ട് നിന്നിട്ടുള്ളൂ. 7 വർഷവും ഞാനായിട്ട് നിന്നു. അവർക്ക് വേണ്ടതുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർ മാജിക് അനുമോൾ എന്നൊരു വ്യക്തി സ്റ്റാർ മാജിക്കിലൂടെ അറിഞ്ഞു. അപ്പം ഓരോ ദിവസം ഓരോ വ്യക്തികൾ എന്നെ അറിയുന്നുണ്ട്. എനിക്ക് പ്രോഗ്രാം വരുന്നുണ്ട്. അതും പോട്ടെ, ഇപ്പൊ ഞാൻ സീരിയലൊക്കെ ചെയ്യുമ്പോൾ അമ്മമാരും ചേച്ചിമാരൊക്കെ എന്നെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ 80ഉം 90ഉം വയസ്സായതും ഇത് പറഞ്ഞ ചിലർ വിചാരിക്കും തള്ളു പറയാന്നൊക്കെ. എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ ഞാൻ. കുഞ്ഞു മക്കള് പോലും അനുചേച്ചി എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇതെന്റെ അനുചേച്ചി, ഇപ്പൊ വരും അനുചേച്ചി. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചേച്ചി. അപ്പൊ ആ സ്റ്റാർ മാജിക്കിൽ ഞാൻ എന്ത് കോമാളിത്തരം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ ഈ പിള്ളേർക്കൊക്കെ എന്നെ ഇഷ്ടം, ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറെ എക്സ്പീരിയൻസുകൾ, കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതൊക്കെ എനിക്ക് ഉള്ളില് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങൾ എടുത്ത് ആലോചിക്കും. അപ്പൊ ഇതൊക്കെ മാറും. ഇപ്പൊ അനു ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴേ എന്താണ് അനുക്കുട്ടി, അയ്യോടാ, വൃത്തികെട്ട സ്വഭാവമാണ് ഇത്. അല്ല, അത് മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ടാണ് അനു.
വളരെ വളരെ ശുദ്ധമായതുകൊണ്ടാ മനസ്സ്, അതുകൊണ്ടാ. ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ആ, കരയരുത്, ഇവളെന്ത് എല്ലാരും പറയണേ ഇവളെന്തിനാ കരയാൻ, ഈ പെണ്ണ് എപ്പം നോക്കിയാലും കരച്ചില്ല. ചേച്ചി കരയുന്നത് ചേച്ചി പറയാം എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത്, നമ്മൾ വിഷമം വരുമ്പോ, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയുന്ന ഒരു വ്യക്തിയാ, അതെന്റെ ബ്ലഡിലുള്ളതാണ്. നമ്മള് ആ ഇമോഷൻ നമുക്ക് വരുന്നത് ചില ആൾക്കാർ പറയും എവിടെ എപ്പോ നോക്കിയാലും കാര്യം, എന്റെ കരച്ചിൽ മാറി, ഞാൻ ഓക്കെ ആയി, ഇത്രയേ ഉള്ളൂ, ശരിയായി, ഞാനത് ഇങ്ങനെ കരയുന്നില്ലല്ലോ, ഒന്ന് മാറിക്കോട്ടെ ഞാൻ കരഞ്ഞോട്ടെ, അങ്ങനെ കരയുന്നില്ല. ഞാൻ എപ്പോഴും കരയുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ച് ഞാൻ കരയത്തില്ല. ചിലപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ തോന്നിയോ, എന്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചിരിച്ച് ഓക്കെ ആക്കി, കുറച്ച് ഞാൻ ഇരുന്നിട്ട് ഒന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ പിന്നെ കട്ടായി, പിന്നെ ചേച്ചി വന്ന് സമാധാനപ്പെടുത്തി, എന്തിനാ വെറുതെ. പെട്ടെന്ന് എനിക്ക് ആ കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോൾ സങ്കടം വന്നു. അതങ്ങനൊന്നും അല്ലടാ, നമുക്ക് ഉള്ളിൽ വരുന്ന, ശരിക്കും എല്ലാരും പറയുന്നത് നമ്മൾ നമ്മുടെ ഇമോഷൻ വരുന്നതിനെ സപ്രസ് ചെയ്യരുതെന്നാണ് എല്ലാരും പറയാ. നമുക്ക് ചിരിക്കാൻ തോന്നിയോ ചിരിക്കുക, കരയാൻ തോന്നിയോ കരയുക, എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കണം, അവിടെ നമുക്ക് ഇഷ്ടമല്ല അവിടെ നമ്മളത് ചെയ്യുക, എല്ലാത്തിനും റൈറ്റ് ഉണ്ട് ചേച്ചി. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കുക, കരയുക, ഒരിടത്ത് ദേഷ്യപ്പെടണമെങ്കിൽ വെറുതെ ദേഷ്യപ്പെടണമെന്നല്ല, നമ്മുടെ അടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നിൽക്കുന്നത് അയാളടുത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ആർക്കും പ്രത്യേകിച്ച് ഇന്ന ആൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം, ഇന്ന ആൾക്ക് അത് ചെയ്തു കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്, എല്ലാവർക്കും. ഇപ്പൊ അനു കരയുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്താന്ന് പറയാ, പണ്ട് പാടാത്തത് എന്തേ, അങ്ങനെ പാടാത്ത പൈങ്കിളി, പാടാത്ത പൈങ്കിളി, അതല്ല ശബരിനാഥ് മരിച്ചു കഴിഞ്ഞപ്പോ അന്ന് അനു അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തു. ശബരിച്ചേട്ടന്റെ അത് നീ പൊട്ടിക്കരയായിരുന്നു, അത് ഞാൻ കണ്ടു ആ ഇന്റർവ്യൂല്. അനു ഇങ്ങനെ പറഞ്ഞു പൊട്ടിക്കരഞ്ഞ. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അതെന്താന്ന് പറഞ്ഞാല് പുള്ളിക്കാരനും ഞാനും ആ ഒരു സീനിൽ മാത്രം കണ്ട പരിചയ. എനിക്ക് പണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ശബരിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ചേട്ടൻ, എന്ത് അഭിനയം, നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവരും പറയും നായകനായിരുന്നു സീരിയലിലൊക്കെ. അങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഈ ഇൻഡസ്ട്രി വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ചേട്ടനോട് സംസാരിച്ചു, ചേട്ടനത് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു അനിയത്തിയെ പോലെയൊക്കെ. അപ്പൊ അങ്ങനെ വാത്സല്യത്തോട് കൊണ്ട് നടന്ന ചേട്ടൻ പെട്ടെന്നൊരു ദിവസം ഇല്ല, പുള്ളി പോയി എന്ന് പറയുമ്പോൾ അതൊരിക്കലും, ഞാൻ സത്യം പറഞ്ഞാൽ കൊല്ലം സൂചിയേട്ടൻ മരിച്ചപ്പോൾ പോലും ഇത്രയും കരഞ്ഞിട്ടില്ലായിരുന്നു. അതെന്താണെന്നറിയത്തില്ല, പുള്ളി ഞാനും അത്ര ഒരു ബന്ധമായിരുന്നു. വളരെ കുറച്ച് ദിവസത്താണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ നാൾ എനിക്കറിയില്ല, ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇപ്പോഴും ശബരിച്ചേട്ടൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും പുള്ളിക്കാരൻ എവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നല. സത്യം. കാരണം നമ്മളെ വിട്ടു പല നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ വിട്ടു. ഇപ്പം എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൻ, പുള്ളിക്കാരൻ ഞാൻ ഭയങ്കര കൂട്ടാണ്. പുള്ളിക്കാരന് ഞാൻ കുപ്പി എടുത്ത് കൊടുക്കാറുണ്ട്, ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ സ്മോക്കി അത് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഭയങ്കര കൂട്ടം. എന്നെ എപ്പോഴും, ഞാനും പുള്ളി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തിയാണ്. ആ പുള്ളി നമ്മളെ വിട്ടു പോയപ്പോൾ പോലും എന്തോ എനിക്കറിയില്ല, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് വിളിക്കുമ്പോഴും പറയും അപ്പോൾ അവിടെ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കും, വെറുതെ എൻ്റെ ഒരു സമാധാന സന്തോഷത്തിന് വേണ്ടിയിട്ട്. അമ്മയുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമ്മളെ വിട്ടു പോയിട്ടുള്ളവരൊക്കെ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനു എല്ലാവരുടെയും ഒരു അനീതിക്കുട്ടിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ? അനു ഇമോഷണൽ ആവല്ലേ അനു? ഓക്കെ, അല്ല ഓക്കെയാണ്. ഇതെന്റെ സൗണ്ടും കൂടെ അടഞ്ഞിരിക്കുന്നുണ്ട്, അതെ, കുറച്ചും കൂടെ ബാസ് സൗണ്ട്. അല്ല അനു എന്ന് പറയണത് ഭയങ്കര ഇമോഷണൽ ആയിട്ട്. അനു എനിക്കറിയില്ല ചേച്ചി, ഞാൻ വിചാരിച്ചു ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിന്ന് കൗൺസിലിങ് ചെയ്യാന്നൊക്കെ വിചാരിക്കും. അതെൻ്റെ ബ്ലഡിലുള്ളതാണ്. അതെൻ്റെ അച്ഛനുണ്ട് ആ സ്വഭാവം. ഇപ്പം എക്സാമ്പിൾ, ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്നെപ്പറ്റി എൻ്റെ എന്തെങ്കിലും നല്ലൊരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ചിരിച്ചുകൊണ്ട് കരയുന്ന ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനിരുന്ന് മാറിയിരുന്ന് കരയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്. അതെനിക്ക് എൻ്റെ അച്ഛനുള്ളതാണ്, അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല ചേച്ചി. ചില ആൾക്കാർ പറയും ഇതെന്ത് വൃത്തിയുടെ പെണ്ണ്, എപ്പോൾ നോക്കിയാലും ഒരു കള്ളക്കരച്ചിലും കൊണ്ട് ഇറങ്ങിക്കോളും. പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല, ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ അനു? ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ട്. കാരണം എന്തിനാടാ അങ്ങനെ ആഗ്രഹിക്കണേ? കരച്ചിൽ വന്ന കരയണ്ടേ? ആണ്. ഇതിപ്പോ രണ്ടാമത്തെ തവണ ഞാൻ ഇപ്പൊ ഇരുന്ന്, അതെനിക്ക് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരയാറുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് പണ്ട് മുതൽ
അത് എന്താന്നറിയാം, അനു ഒരുപാട് സ്നേഹിക്കാനും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ എല്ലാരും സ്നേഹിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ഇമോഷൻ സൈഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അനുവിന് സങ്കടം വരുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് അങ്ങനെ കണ്ണുകൾ നിറയണത്. അതുകൊണ്ടാ ഞാൻ മാറ്റാനൊന്നും അങ്ങനെ ഞാൻ നോക്കണ്ട. കരയുന്നത് ഞാൻ ചിരിച്ചുകൊണ്ടാണ് കരയുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. സന്തോഷം വരുമ്പോ കരയുന്നത് പോലും ഞാൻ ചിരിച്ചുകൊണ്ടാ. ഇപ്പം ചില പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളും കരയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരിടത്ത് പോയി നിന്നിട്ട് ഇങ്ങനെയൊന്നും കരയാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ മാറി എൻ്റെ അടുത്ത് വരല് കുറച്ച് സമയം മാറി നിൽക്ക്. ഇതൊന്നും ഞാൻ കാണിക്കത്തില്ല. ഇനി എന്തൊന്നും അങ്ങനെ ഞാൻ കാണിക്കില്ല. ഞാൻ കാണിച്ചു തീർക്കുന്നത് ഇങ്ങനെയായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ മോങ്ങത്തില്ലേ കിടന്ന് ഇങ്ങനെ ഒന്നും പറഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തില്ല. അതൊക്കെ ചെയ്യുന്നത് എന്താ പറയേണ്ടത്, ഇവന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോകത്തില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാ. ഇത്രയും വലിയ വിഷമം വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും മുന്നിൽ ഇങ്ങനെ തീർക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞങ്ങ് തീർക്കും.